ഇന്ത്യ ഇതിപ്പോൾ 2020 നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. തെറ്റ് ഞാൻ പറയില്ല. പുതിയ ക്യാപ്റ്റൻസിൻ്റെ കീഴിൽ പുതിയ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഒരു പുതിയ ടീമിൽ ഇന്ത്യക്ക് അടുത്തെടുത്തേ പറ്റൂ. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഒറ്റ പരമ്പര പോലും നഷ്ടപ്പെടാതെ വേൾഡ് കപ്പ്, ഏഷ്യ കപ്പ് തുടങ്ങിയ ചാമ്പ്യൻഷിപ്പുകളൊക്കെ നമ്മൾ എടുത്തു. എന്നാൽ സൂര്യനെ ഒഴിവാക്കി അയ്യറിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചു. ഞാൻ തെറ്റ് പറയില്ല. പക്ഷേ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്തായാലും നമുക്ക് കടന്നു പോയേ പറ്റൂ. അപ്പോൾ അതിനുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളാണെന്ന് വിചാരിക്കുന്നു. അയർലൻഡായിട്ടുള്ള 2 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര തോറ്റു. വെല്ലമ്പാടി വൈറ്റ് വാഷ് 2-0 തോറ്റു. സഞ്ജു സാംസൺ ഉൾപ്പെടെ വളരെ പണികെട്ടു. വളരെ മോശം പ്രകടനം. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടായിട്ടുള്ള പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ത്യ ബാറ്റ് ചെയ്ത് 189 എടുത്തു. സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങാൻ ഇംഗ്ലണ്ടിന് പറ്റിയില്ല. മഴ മൂലം ആ കളി ഉപേക്ഷിച്ചു. രണ്ടാം മത്സരം കഴിഞ്ഞ ദിവസം നടന്നത്. 190 റൺസ് എടുത്ത് ഇന്ത്യ. ഓരോ ബാക്കി നിൽക്കി ഇംഗ്ലണ്ട് 190 മറികടന്നു ജയിച്ചു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അഭിഷേക് ശർമ്മ മികച്ച തുടക്കം നൽകി തന്നു. സഞ്ജുവിന് പകരം ഒരു ചേഞ്ച് ഉണ്ടായത് സൂര്യവംശി ഇറങ്ങിയെന്നുള്ളതാണ്. സൂര്യവംശി ഇറങ്ങിയിട്ട് 10 ബോളിന് 14 റൺസ്. മികച്ച പ്രകടനം ഞാൻ പറയില്ല, പക്ഷേ ഓക്കെ. എന്തായാലും സൂര്യവംശി ഇനി ഇറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നെങ്കിലും 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഇറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. സഞ്ജുവിന് എത്രത്തോളം ചാൻസിൽ കിട്ടുമെന്ന് അറിയില്ല. ഈവൻ സൂര്യവംശി എങ്ങാനും തിളങ്ങുകയാണെങ്കിൽ സഞ്ജുവിന് മിക്കവാറും ബെഞ്ചിൽ നിൽക്കേണ്ട അവസ്ഥ വരും. ടീമിന് പുറത്താക്കാൻ സാധ്യതയില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ടീമിലുള്ളത്. എങ്കിലും മോശം പ്രകടനം എന്ന് പറയുള്ളൂ ബോളിംഗ് പെർഫോമൻസൊക്കെ. കാരണം 191 റൺസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇതിൽ ഓരോരുത്തർ പ്രകടനം ഒന്നും പറയുന്നില്ല. തിലക് വർമ്മയുടെ ഒരു പെർഫോമൻസ് അവസാന ഓവറിലെ കുറച്ച് പെർഫോമൻസ് കാരണം 180 കടന്ന് 190 എത്തിയത്. 191 റൺസ് വിജയലക്ഷ്യമായിട്ട് ഇറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ ഓവർ, അർഷദീപ് ഇറങ്ങിയ ആദ്യത്തെ ഓവർ 2 വിക്കറ്റ് പോയത്. സാൾട്ടും ബട്ട്ലറും ഈ 2 പടുകൂറ്റൻ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടും അവർ ചേസ് ചെയ്ത് ജയിച്ചു. അത് ഓരോ ഓവർ ബാക്കി നിൽക്കുക ചേസ് ചെയ്ത് ജയിച്ചു എന്ന് പറയുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും ബദേലും നിന്നടിച്ചു. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് 39 റൺസ് എടുത്തിട്ട് അദ്ദേഹം പോയിട്ട് പോലും പിന്നെ ബാറ്റിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 30+ റൺസ് എടുത്തിട്ട് നമ്മുടെ ബദേലിന് മികച്ച പിന്തുണ കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ ഇന്ത്യക്ക് വിനയായി പോയി. ആദ്യം 2 വിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ഇംഗ്ലണ്ട് ഉയർത്തെഴുന്നേറ്റെന്ന് ആലോചിക്കണം. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇവൻ ആദ്യം മുതൽ അവർ അടിച്ചെടുത്ത് ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അവരൊരു 19 റൺസ് എടുത്തിട്ടാണ് തോക്കുന്നതെങ്കിൽ നമുക്ക് പകുതി സമാധാനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവർ ആദ്യം മുതൽ അടിച്ച് കളിക്കുകയാണ്, അവർ ജയിക്കുന്ന ഉറപ്പുണ്ട്. പക്ഷേ ഇത് ആദ്യം അവർ 2 വിക്കറ്റ് പോയിട്ട് പിന്നെ അവർ മികച്ച പാർട്ണർഷിപ്പ് അടുത്തുയർത്തുന്നു. എന്നിട്ടും ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് പുറത്താകുന്നു. എന്നിട്ട് പോലും തുടർച്ചയായിട്ട് വിക്കറ്റ് വീഴ്ത്ത ഇന്ത്യൻ ബോളർമാർക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വളരെ മോശം പെർഫോമൻസാണ്. ആസ് എ ചാമ്പ്യൻ ടീം എന്ന് പറയുമ്പോൾ അതൊരു മോശം പെർഫോമൻസാണ്. അതൊക്കെ ഇനി വിട്ടു പോരാനുണ്ട്. ഇങ്ങനെ പോകാച്ചെങ്കിൽ ഈ ഇംഗ്ലണ്ട് സീരീസ് ഇന്ത്യ അന്തസ്സായിട്ട് അടിയറവ് പറയുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് എന്താണെങ്കിലും ഇന്ത്യൻ ടീമൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ക്യാപ്റ്റൻസിയുടെ ലെവലിലും അയ്യരുടെ ക്യാപ്റ്റൻസി ലെവലിലൊന്നും ഒരു ഡൗട്ടുമില്ല. പക്ഷേ ടീം ഇന്ത്യയിൽ ക്യാപ്റ്റൻസി എന്നുള്ള ഡിസിഷനും പിന്നെ ബാറ്റ്സ്മാൻമാരും ആ ടീം ഒന്നും സെറ്റാക്കി വരാനുണ്ട്. അപ്പോൾ ഈ തോൽവികളൊക്കെ ഞാൻ നല്ലതെന്നുള്ള ലെവലിലേ കാണുന്നുള്ളൂ. തോൽവി നല്ലത് നിലപാടാണ്. പക്ഷേ ഈ തോൽവികൾ വേൾഡ് കപ്പിന് മുമ്പ് ടീം സെറ്റാക്കാനുള്ള ലെവലിലേക്കുള്ള തോൽവികളാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അത് ഓരോ മത്സരം കഴിയുമ്പോഴും ബെറ്ററായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ബെറ്ററായിട്ട് വരണം. ടീം ലൈനപ്പ് ഒക്കെ സെറ്റായിട്ട് വരണം. സഞ്ജുവിന് എത്രത്തോളം ബാക്ക് ചെയ്യുന്ന അറിയില്ല. എനിവേ സൂര്യവംശി എന്നും ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ സ്ഥാനം തെറിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിവേ നല്ലൊരു ടീം തന്നെ വേൾഡ് കപ്പിലേക്ക് വേണമെങ്കിൽ സെറ്റാക്കണം. അത് കാരണം കൊണ്ട് ഈ തോൽവികളൊക്കെ അവർക്കൊരു അടുത്ത വേൾഡ് കപ്പ് നേടാനുള്ള ചവിട്ടുപടിയായിട്ട് നമുക്ക് കരുതാം. ഈ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത മത്സരങ്ങളിൽ ഇന്ത്യ ഭംഗിയായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.